സ്കോർ 290 അതിലും മേലെ കയറണ്ടായില്ല. പക്ഷെ ഇവിടെന്ന് തരണ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സാമിന് വരുന്ന അതേ സെയിം മെറ്റീരിയൽ ആണ്. നമുക്ക് പിന്നെ പ്രിന്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തപ്പോ എനിക്ക് കുറച്ചും കൂടി അത് നന്നായി കിട്ടുന്നുണ്ടായിരുന്നു. കാരണം മുന്നത്തെ പ്രാവശ്യമാകുമ്പോൾ എനിക്ക് ലിസണിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 3-4 എണ്ണം എങ്ങനെ പോയാലും എനിക്ക് കിട്ടാറില്ല. പിന്നത്തെ ആയാലും അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റാറില്ല. പക്ഷെ ഈ പ്രാവശ്യം ചെയ്തപ്പോ എനിക്കത് തുടക്കത്തിലേ മുതലേ എനിക്കത് കിട്ടണ പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഒരുവിധം അറ്റൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. ചില ഇപ്പൊ ബി പാട്ടില് അങ്ങനെ ചില ഐഡിയാസ് ഒന്നും നമുക്ക് കിട്ടില്ല. മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കാരണം നമുക്ക് ആ ഒരു ഐഡിയാസിൽ കൂടെ ഇങ്ങനെ അതായത് ഞാൻ മുന്നിൽ ജോയിൻ ചെയ്തെടുത്ത് നമുക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും മാത്രം പ്രാക്ടീസ് കിട്ടാറ്. റീഡിങ്ങിന്റെ മെറ്റീരിയൽ അവർ തരും. നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ മാർക്ക് അയച്ചു കൊടുക്കാം. അല്ലാണ്ട് ബി പാട്ടിൽ ഇന്ന പോലെ ചെയ്യണ്ടേ, നമ്മൾ ഇന്ന പോലെ ലിസണിങ്ങിലായാലും നമ്മൾ തന്നെ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അവര് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും ഇന്ന പോലെ ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമുക്ക് വേറെ മെറ്റീരിയൽസ് ഒന്നും തരില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എക്സാമിന് വരുന്ന അതേ മെറ്റീരിയൽസ് തരണം. നമുക്കത് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മളത് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് എക്സാമിന് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പൊ മാം പറയണ എല്ലാതും ഫോളോ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും.